എല്ലാവരിൽ നിന്നും ഈ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തിലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരെയും അതിന്റെ പണ്ഡിതന്മാരെയും സയ്യിദുമാരെയും ഒന്നടങ്കം കാഫിറാക്കുന്നത് സത്യത്തിൽ ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ പറയപ്പെട്ടതുപോലെ ഒരാഴ്ചക്ക് മുമ്പ് തുടങ്ങിയതുമല്ല. വർഷങ്ങളായും അവർ നമുക്കെതിരെ പടച്ചുവിടുന്ന ആരോപണങ്ങളിൽ ഒന്നാമത്തെ ആരോപണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന തൗഹീദിന് നേരെ എതിരാണല്ലോ ശിർക്ക്. ഏത് സുന്നിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് എതിരെ പ്രവർത്തിക്കുന്നത്? മക്ബറയിൽ പോകുന്ന ഒരു വിശ്വാസി, മക്ബറയിൽ പോകുന്ന ഒരു സുന്നി തന്നെയാണ്. ആ മക്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനുഭാവൻ പടച്ചവനാണെന്ന് എവിടെയും പ്രസ്താവന കൊടുത്തിട്ടില്ല. പിന്നെന്തിന്റെ അടിസ്ഥാനത്തിലാണ് മക്ബറയിൽ പോകുന്ന ആള് അല്ലെങ്കിൽ ആ മക്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനുഭാവന്റെ പേര് ഒരു കുത്തുബിയത്തോ ഒരു റാത്തീബോ ഒരു മൗലൂദോ ഒരു മദ്ഹോ ചൊല്ലിക്കഴിഞ്ഞാൽ കാഫിറായി പോകുന്നു? വിശുദ്ധ ഖുർആൻ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്കത് വളരെ വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. ഇസ്തിഗാസയാകട്ടെ, ഇസ്തിശ്ഫാഅട്ടെ, മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പ്രവാചകന്റെ ഖാദിമായി ജീവിക്കുന്ന കാലം തന്നെ ആദരവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ച ഒരു വിഷയമാണല്ലോ ഇസ്തിശ്ഫാ. എന്ത് തർക്കമാണ് അതിലുള്ളത്? സ്വഹീഹായ ഹദീസിൽ വന്ന കാര്യം തന്നെയല്ലേ. എങ്ങനെയാണ് അത് തർക്കിക്കാൻ തർക്ക വിഷയമാകുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കുന്നില്ല. പ്രവാചകരോട് ചോദിച്ച അതേ വിഷയം തന്നെ മംഗൂസ് മൗലിദിന്റെ ഈരടികളിൽ ഉച്ചരിച്ചുകൊണ്ട് നാം പറയുന്നത് അത് തന്നെയല്ലേ. അശ്ശഫാഅത ഹബലന ഫിൽ ഖിയാമത്തി മുസ്ബിഖാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽപ്പിച്ച ഒരു കാര്യമാണ് ഹൗദുൽ കൗസർ. ആ ഹൗദുൽ കൗസർ പ്രവാചകനോടല്ലാതെ മറ്റൊരാളോട് എങ്ങനെയാണ് ചോദിക്കപ്പെടേണ്ടത്? അത് പ്രവാചകരോട് ചോദിക്കുന്നത് കൊണ്ട് എന്ത് അബദ്ധമാണ് വരുന്നത്? സത്യത്തിൽ ഈ വാദഗതികൾ പാരമ്പര്യമായി അവർ ഉന്നയിക്കുന്നത് തന്നെ പരമാബദ്ധം. മുസ്ലിമീങ്ങൾ, അതായത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും വളരെ കൃത്യമായി ലോകത്തിനു മുമ്പിൽ പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കാഫിറാക്കൾ എന്തിന്റെ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് എത്തരത്തിൽ മലക്കം മലഞ്ഞാലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഔദ്യോഗിക വിദ്യാർത്ഥി സംഘടനയായ SKSSF നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കും. അതിലൊരു സംശയമാണ്. മറുപടി എങ്ങനെ തന്നെ ന്യായീകരണങ്ങൾ നടത്തിയാലും വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തുകളുടെയും ഹദീസിന്റെയും ഇജ്മാഇന്റെയും ഖിയാസിന്റെയും വെളിച്ചത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ശക്തമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമായി വർഷങ്ങൾക്ക് മുമ്പ് നമ്മോട് പറഞ്ഞത് ഒരിക്കലും സമസ്ത എന്ന് പറയുന്ന ഒരു സംഘടനയല്ല, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ രൂപമാണെന്ന് വന്നിരായ ശൈഖുന പണ്ട് തന്നെ പറഞ്ഞു വെച്ചതാണ്. ആ ശൈഖുനയുടെ പാരമ്പര്യം വരെ നടക്കുന്ന മക്കളോട് തൗഹീദ് പഠിപ്പിക്കാൻ എത്ര ഇൽമു കൊണ്ട് ഇവർക്ക് വരാൻ സാധിക്കുമെന്നാണ് ഞാൻ ചോദിച്ചത്. ശുദ്ധമായും കേരളത്തിലല്ല ലോകത്തിൽ തന്നെ മനസ്സിലാകുന്ന രീതിയിൽ വളരെ സുന്ദരമായി തന്നെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെച്ച ആദർശ സമ്മേളനത്തിൽ വളരെ വ്യക്തമായും അത് പരിചയപ്പെടുത്തി കൊടുക്കുകയുണ്ടായി. ഇതാണ് സമസ്തയുടെ മക്കളുടെ ശക്തി. ഇതിനെ ചോദ്യം ചെയ്യാൻ ഏത് തലതൊട്ടപ്പന്മാർ വന്നിട്ടും ഒരു കാര്യമില്ല. ഖുർആനിന്റെയും ഹദീസുകളുടെയും വെളിച്ചത്തെ കൃത്യമായ മറുപടി ഇതിന് നൽകുക തന്നെ ചെയ്യും. വളരെ വ്യക്തമായും ആരാണ് കാഫിർ, ആരാണ് വിശ്വാസി, മഖ്ബറയിൽ പോകുന്നതിന്റെ ഗുണം എന്താണ്, അതിന് വല്ല ദോഷങ്ങളുണ്ടോ എന്താണെന്നുള്ളതിന്റെ കാര്യകാരണങ്ങൾ വിശദീകരിച്ച് നമുക്ക് കൃത്യമായി മനസ്സിലാക്കി തരും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. ഉസ്താദവർക്ക് ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മെ പോലെയുള്ളവർക്ക് ധാരാളം ഇൽമുകൾ പഠിപ്പിച്ചു തന്ന വന്യരായ ഉസ്താദവർ ഇന്ന് നമ്മൾ വിളിച്ച് സംസാരിക്കുന്നതും ആ വിജ്ഞാന തണലിൽ തന്നെയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പാലക്കാട്
SKSSF മേഖലാ കമ്മിറ്റിയെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു ആദർശ സമ്മേളനം വെച്ചത് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ നീട്ടി പരത്തി പറയുന്നില്ല, ഉസ്താദിന് ഒരുപാട് വിഷയങ്ങൾ അവതരിപ്പിക്കാനുള്ളത് കൊണ്ട് ഞാൻ ഈ അധ്യക്ഷ ഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഒന്നിനായി ഉസ്താദ് അവരുടെ മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.